ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഈ ഒരു ടോപ്പിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ ഒരു ടോപ്പ് നമ്മൾ ഈ ഒരു ചെസ്റ്റ് വരുന്ന ഭാഗത്ത് ലൂസ് ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു മോഡൽ ടോപ്പ് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്ററിലാണ് ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വെച്ചുകൊടുക്കാനായിട്ട് ഈ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബീഡ്സും കൂടെ എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സീക്വൻസും ബീഡ്സും ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ആദ്യം ഈ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ലെങ്ത് 42 ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫുൾ ലെങ്ത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ഇഞ്ചില് നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് ഞാൻ ഇവിടെ 3 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പ് ആക്കാം. നെക്ക് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ റൗണ്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് ഞാൻ ഇവിടെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ് അടക്കമായിട്ടാണ് ഞാൻ ഈ ഒരു 7 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലുള്ള നെക്കാണോ വേണ്ടത് ആ ഒരു ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ റൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. സ്ലീവിന്റെ അടുത്ത് വരുന്ന ഭാഗത്ത് ഞാൻ ഇവിടുന്ന് ഒരു 10 ഇഞ്ചില് ലെങ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിന്റെ താവ് വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിനേക്കും ഫ്രണ്ടിനേക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ആ മാർക്ക് ചെയ്ത ഒരു പോയിന്റിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു താവ് ഭാഗത്തായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാനുണ്ട്. അതിന് ഇവിടുന്ന് ഒരു 2 ഇഞ്ച് വെച്ചിട്ട് ഞാൻ ആദ്യം ഇവിടുന്ന് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ വരച്ചെടുക്കാം. ഇനി ഈ ഒരു ഷേപ്പിൽ തന്നെ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു 2 പീസും തമ്മിൽ ആദ്യം തിരിച്ച് വെച്ചു കൊടുക്കാം. ഈ ഒരു ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു ഭാഗം വരെ, സ്ലീവിന്റെ ഒരു ഭാഗം വരെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം 2 സൈഡിലും. അപ്പൊ 2 ഷോൾഡറിന്റെ അടുത്തും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് ഇത് ഡബിളായിട്ട് മടക്കി വെച്ചിട്ട് നെക്കിന്റെ ഈ ഒരു ഉൾവശത്തായിട്ട്, അതായത് അടിവശത്തായിട്ട് വെച്ചിട്ട് ഇതേപോലെ 2ആയി മടക്കിയിട്ട് ഇത് ഫുള്ളായിട്ട് ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിന്റെ അടിവശത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു പീസ് ഫ്രണ്ടിലോട്ടേക്ക് ഇതേപോലെ തിരിച്ചു പിടിച്ചിട്ട് ഈ ഒരു നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ കുറച്ച് മിറർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് ആദ്യം മടക്കി തയ്ച്ചെടുക്കാണ് ചെയ്യുന്നത്. അതായത് ഇതിനെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. നമ്മുടെ ഷോൾഡറിന്റെ ഭാഗമാണിത്. നമ്മൾ താവില് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒന്ന് 4 ഇഞ്ച് വെച്ചിട്ട് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു 4 ഇഞ്ച് വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് സ്ലീവിന്റെ ഈ ഒരു ഭാഗത്തും ഷേപ്പിന്റെ ഈ ഒരു ഭാഗത്തുമായിട്ട് ഇപ്പുറത്തെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ 2 സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് തിരിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തിരിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു എൻഡിന്ന് ഇവിടുന്ന് ഒരു 8 ഇഞ്ചില് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 8 ഇഞ്ചില് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് 2 സൈഡിലും. അതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്ലീവിന്റെ ഈ ഒരു എൻഡ് വരെ ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ഇപ്പൊ ഈ ഒരു ടോപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടോപ്പിന്റെ പ്രത്യേകത, നമ്മൾ ഈ ഒരു ചെസ്റ്റ് വരുന്ന ഭാഗത്ത് ഇതേപോലെ ലൂസിലാണ് ഉണ്ടാവുക. അതാണ് ഈ ഒരു ടോപ്പിന്റെ പ്രത്യേകത. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ എന്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.